ഹായ് ഡിയർ ഫ്രണ്ട്സ്, ഇന്ന് ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്ന എൻ്റെ റെസിപ്പി ചക്ക പൊരിച്ചതാണ് കേട്ടോ. നമ്മൾ പഴം പൊരിക്കില്ലേ, അതുപോലെ ചക്ക പൊരിച്ച ഒരു റെസിപ്പിയാണ്. നിങ്ങൾക്ക് തീർച്ചയായും ഇഷ്ടപ്പെടും. ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ കേട്ടോ. എന്നിട്ട് ഇതിൻ്റെ ഫീഡ്ബാക്ക് അറിയിക്കാൻ മറക്കല്ലേ. കണ്ടോ, ഇതുപോലെയാണ് ചക്കച്ചുള എടുക്കേണ്ടത്. എന്നിട്ട് ഇതിൻ്റെ ഉള്ളിലുള്ള കുരുവെല്ലാം നമുക്ക് നീക്കം ചെയ്ത് കൊടുക്കാം കേട്ടോ. നടു പൊളിച്ചതിന് ശേഷം ഇതിൻ്റെ ഉള്ളിലെ കുരു നീക്കിയതിന് ശേഷം 4ആയി മുറിച്ചിട്ട് നമുക്ക് ഇത് മാറ്റി വെക്കാം കേട്ടോ. 4ആയിട്ട് മുറിക്കണമെങ്കിൽ 4ആയിട്ട് മുറിക്കാം. അതല്ല 2 പൊളിയായിട്ട് മുറിക്കാനാണ് നിങ്ങൾക്ക് ഇഷ്ടമെങ്കിൽ അങ്ങനെയും ചെയ്യാം. നല്ല നീളമുള്ള ചക്കയാണ് ഇതിന് ഏറ്റവും നല്ലത്. പക്ഷേ എൻ്റെ കയ്യിൽ ചെറുതായത് കൊണ്ടാണ് ഇത് വെച്ചിട്ട് ഞാൻ തയ്യാറാക്കുന്നത് കേട്ടോ. ഇനി ഇതിലേക്കുള്ള മാവ് നമുക്ക് തയ്യാറാക്കാം. ഒരു ബൗൾ എടുത്തതിന് ശേഷം ഇതിലേക്ക് 250 ml ഒരു കപ്പ് മൈദയും 2 ടേബിൾ സ്പൂൺ അരിപ്പൊടിയും 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും നമുക്ക് ചേർത്ത് കൊടുക്കാം. പിന്നെ ഇതിലേക്ക് ആവശ്യമായ ഉപ്പ് നമുക്ക് ചേർത്ത് കൊടുക്കാം. ഇനി ഇത് കലക്കാൻ ആവശ്യമായ വെള്ളമാണ് വേണ്ടത്. അതും കൂടി നമുക്ക് ഇതിലേക്ക് ഒഴിച്ച് കുറേശ്ശെ ഒഴിച്ചു കൊടുത്ത് നമുക്കൊന്ന് മിക്സാക്കി എടുക്കാം. കട്ടകളില്ലാതെ വേണം ഇതൊന്ന് മിക്സാക്കിയിട്ട് എടുക്കാൻ. ഒരു കയ്യിൽ വെച്ച് നന്നായിട്ട് വേണം ഇതൊന്ന് മിക്സാക്കി കൊടുക്കാൻ കേട്ടോ. കണ്ടോ, കുറേശ്ശെ ഇതിലേക്ക് വെള്ളം ഒഴിച്ച് കട്ടകളൊന്നും ഇല്ലാതെ നന്നായിട്ട് മിക്സാക്കി കൊടുക്കുക. ഇങ്ങനെയാണ് ഞാനിവിടെ തയ്യാറാക്കിയിരിക്കുന്നത്. കണ്ടില്ലേ, ഇതുപോലെ മിക്സാക്കി കഴിഞ്ഞാൽ ഇതിലേക്ക് നമുക്ക് 1/4 കപ്പ് പഞ്ചസാര ഇട്ട് കൊടുക്കാം. പഞ്ചസാരയും നന്നായിട്ട് തന്നെ നമുക്ക് മിക്സാക്കി കൊടുക്കാം. ഇനി നമുക്ക് വറുക്കാൻ ആവശ്യമായ ഇൻഗ്രീഡിയൻസ് റെഡിയാക്കാം. അതിനായിട്ട് നമുക്കൊരു പാൻ എടുത്ത് അടുപ്പിലേക്ക് വെക്കാം. തീ ഹൈ ഫ്ലെയിമിലേക്ക് ഇട്ടതിന് ശേഷം നമുക്കിതിലേക്ക് വറുക്കാൻ ആവശ്യമായ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് നമ്മുടെ ഈ ചക്ക പൊളിച്ചത് നമുക്ക് എടുത്തിട്ട് ഈ മാവിൻ്റെ കൂട്ടിലേക്ക് നമുക്ക് ഇട്ട് കൊടുക്കാം. ഇങ്ങനെ നമുക്ക് ഇട്ടതിന് ശേഷം നന്നായിട്ട് മിക്സാക്കി കൊടുക്കാം. ഇനി നമുക്കിത് മാവിലേക്ക് ഓരോ സ്പൂൺ കൊണ്ട് കോരിയിട്ട് നമുക്ക് വറുത്തെടുക്കാം. വലിയ ചക്കച്ചുളയാണെങ്കിൽ നമുക്ക് പഴം പൊരിക്കുന്നത് പോലെ ഓരോ പകുതിയും എടുത്ത് ഇതുപോലെ മാവിൽ മുക്കി പൊരിച്ചാൽ മതി. പക്ഷേ ഇത് ചെറുതായതിനാൽ അതുകൊണ്ടാണ് മാവിലേക്ക് ഇതെല്ലാം ഇട്ടിട്ട് സ്പൂൺ കൊണ്ട് കോരിയിട്ട് നമ്മൾ വറുത്തെടുക്കുന്നത്. എല്ലാത്തിൻ്റെയും സ്വാദ് ഒരുപോലെ തന്നെയാണ്. നിങ്ങൾ ഇതുപോലെ ചെറുതാണെങ്കിലും വലുതാണെങ്കിലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ കേട്ടോ. വളരെ രുചികരമായ ഒരു ചക്ക പൊരിച്ചതാണിത്. പഴംപൊരി പോലെ തന്നെയാണ്. ഒരു ഭാഗം ഒന്ന് മൊരിഞ്ഞ് വന്നാൽ മറ്റേ ഭാഗത്തേക്ക് ഒന്ന് മറിച്ചിട്ട് കൊടുക്കാം നമുക്ക്. കണ്ടോ, ഇതുപോലെ മറിച്ചിട്ട് കഴിഞ്ഞ് ആ ഭാഗവും നന്നായിട്ടൊന്ന് വെന്ത് വന്നാൽ പഴം പൊരിക്കുന്ന പോലെ തിരിച്ചും മറിച്ചും ഇട്ട് നമുക്കിത് പൊരിച്ചെടുക്കാം. ഇനി നമുക്കിത് കോരി മാറ്റാം കേട്ടോ. 2 സെക്കൻഡ് കഴിഞ്ഞാൽ നമുക്കിത് കോരിയെടുത്ത് ഒരു സെർവിങ് പ്ലേറ്റിലേക്ക് നമുക്ക് മാറ്റി കൊടുക്കാം. വളരെ രുചികരമായ ചക്ക പൊരിച്ചതാണ്. നിങ്ങൾ തീർച്ചയായും ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്തിട്ട് കുട്ടികൾക്കെല്ലാം കൊടുക്കണേ. പച്ച ചക്കയും പഴുത്ത ചക്കയൊക്കെ തിന്നുമ്പോൾ വയറ് വേദനിക്കും. ഈ മഴക്കാലത്ത് ചക്ക കിട്ടിയാൽ ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ. കുട്ടികൾക്ക് ഇത് തീർച്ചയായും ഇഷ്ടപ്പെടും. വളരെ രുചികരമായ ചക്ക പൊരിച്ചത്. നിങ്ങൾ ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്തേക്കണേ. ഇനി നമുക്ക് ചക്ക പൊരിച്ച് കഴിഞ്ഞാൽ മാവ് ബാക്കി വന്നാൽ ഇതുപോലെ ഒഴിച്ച് ഒരു പലഹാരം കൂടി തയ്യാറാക്കാം. വളരെ രുചികരമായ ഒന്നാണിത്. പ്ലീസ് ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ.